ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടിയാണ്, മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്ന് മുട്ടിയാണ്, യേശു നിന്ന് മുട്ടിയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഈ ദൈവവചനം, ഈ മുട്ടിക്കൊണ്ടിരിക്കും വചനം കേട്ട് ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്താൽ യേശു നിങ്ങളോടുകൂടി ഇരിക്കുമെന്ന്, നിങ്ങളോടുകൂടി അത്താഴം കഴിക്കുമെന്ന്. അറിഞ്ഞോട്ടോ, യേശു എന്ത് ചെയ്യാണ്? മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടിയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ, ഹൃദയമാകുന്ന വാതിൽ തുറന്നാൽ ആ ഹൃദയത്തിനകത്ത് ആര് വന്നിരിക്കും? യേശു വന്നിരിക്കും. യേശു വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വന്നിരിക്കും. നാം അവനോടുകൂടി അത്താഴം കഴിക്കും. അപ്പൊ യേശുവായിട്ടുള്ള കൂട്ടായ്മ, ഒന്ന് പിതാവുമായിട്ടുള്ള കൂട്ടായ്മ, രണ്ട് യേശുവായിട്ടുള്ള കൂട്ടായ്മ, ഒന്ന് പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യൻസ് 1 കൊരിന്ത്യർ 12:13 വായിച്ചേ. നമുക്ക് എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിൽ പാനം ചെയ്തിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരേ ആത്മാവിലാണ്. ഓക്കെ. 2 കൊരിന്ത്യർ എന്ന് വായിച്ച് 13:14 വായിച്ച്. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഓക്കെ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. 1 പിതാവിന്റെ കൂട്ടായ്മ, 2 ദൈവത്തിന്റെ കൂട്ടായ്മ, 3 പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഇനി അപ്പോസ്തലൻ പറഞ്ഞെന്താണ്? 2:42 അവിടെ കൂട്ടായ്മയുണ്ട്. അത് തമ്മിലുള്ള കൂട്ടായ്മ. അറിഞ്ഞോ? തമ്മിൽ കൂട്ടായ്മ. അതിലോട്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. നാം എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പുത്രനായ യേശുവുമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവാകുന്ന ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. 2 കാര്യം മറക്കരുത് എന്നുള്ള വിഷയം കൂടെ ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാവട്ടെ. ഈ 13:1 വായിച്ച്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. എന്ത് മറക്കാൻ വേണ്ടി പാടില്ലെന്ന്? അതിഥി സൽക്കാരം മറക്കരുത്. അപ്പം നാം മറക്കാൻ വേണ്ടി പാടില്ലാത്ത എന്താണ്? അതിഥി സൽക്കാരം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്ക്, ഒരു ദൈവദാസൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു വിശന്നിരിക്കുന്ന നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? അതിഥിയായിട്ട് അവരെ സൽക്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നില്ല, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിഥി സൽക്കാരം മറക്കരുത്. അപ്പം നാം മറക്കാൻ പാടില്ലാത്ത എന്താണ്? അതിഥി സൽക്കാരം മറക്കുവാൻ പാടില്ല. ആവർത്തന പുസ്തകം 4:23 വായിച്ചേ. ആവർത്തനം 4:23. ഓക്കെ. ദൈവത്തിന്റെ നിയമം മറക്കാൻ വേണ്ടി പാടില്ലെന്ന്. ന്യായപ്രമാണം, ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണം മറക്കരുത്. പ്രിയ സഹോദര, നീ സഹോദരനെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. നീ അത് മറക്കരുത്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം, കീഴ്പ്പെട്ടിരിക്കണം, ഭയപ്പെടണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് മറക്കരുത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും പോറ്റി പുലർത്തണം. ആ കൽപ്പന മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. എന്ത് മറക്കാൻ വേണ്ടി പാടില്ല? ന്യായപ്രമാണം മറക്കരുത്. ന്യായപ്രമാണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകുവാൻ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുക എന്ത് വേണം? പറയാം, ഒന്നോകട്ടെ. വെച്ചല്ലേ ഇത് പറയാം.
കറക്റ്റ് കുറച്ചപ്പുറം മോളെ കറക്റ്റാണ്. അച്ഛനെ അമ്മയും ബഹുമാനിക്കണം, ഒരു ഭാഗത്ത് അനുസരിക്കണം. പറഞ്ഞാട്ടോ. അപ്പം എന്ത് ലഭിക്കും? കുഞ്ഞുങ്ങൾ അപ്പനെ അമ്മയെ അനുസരിച്ചാൽ എന്ത് ലഭിക്കും? ബഹുമാനിച്ചാൽ എന്ത് ലഭിക്കും? നന്മ ലഭിക്കും, ദീർഘായുസ് ലഭിക്കും. നിനക്ക് നന്നായിരിക്കാനും ദീർഘായുസ് ലഭിക്കാനും നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പറഞ്ഞോട്ടോ, അത് മറക്കരുത്. അപ്പം നന്മ ലഭിക്കണമെങ്കിൽ എന്ത് വേണം മോളെ? എന്ത് വേണം? അപ്പനെ അമ്മയും പറയുന്നത് അനുസരിക്കണം. പറഞ്ഞാട്ടോ കുഞ്ഞ്, നീ എന്തിനു പഠിക്കുന്നത്? മുമ്പല്ലേ. അപ്പം എന്ത് പഠിക്കണം? എന്ത് പറയണം? അപ്പനെ അമ്മയും അനുസരിക്കണം, അപ്പനെ അമ്മയും പറയുന്ന ബഹുമാനിക്കണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? നന്മ ഉണ്ടായിരിക്കും, നന്മ ലഭിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ വായിച്ച വാക്യം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പം ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ, ആരാധനയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവമായിട്ട് ദൈവം നിങ്ങളുടെ അകത്ത് കൂട്ടായ്മ നിങ്ങളുമായിട്ട് ഒന്ന് വാസം ചെയ്യാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 14:23 വായിച്ച് അതിലങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം വായിച്ചിട്ട് എടുക്കാം. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് യോഹന്നാൻ 14:23. ആ വായിക്കും. യേശു അവനോട്, ആ എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പ്രമാണിക്കും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. എൻ്റെ പിതാവിനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യുമെന്ന. അപ്പം ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകണം. കൂട്ടായ്മ വേണമെങ്കിൽ നിങ്ങളുടെ അകത്ത് വന്ന് വാസം ചെയ്യണമെങ്കിൽ യേശുവിനോട്, എന്നെ